ആദർശ് ഓഫീസിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നിന്നുകൊണ്ട് അനി സങ്കടപ്പെടുന്നത് കാണുന്നത്. അനി അവിടെ നിന്ന് കരയുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ആദർശ് എപ്പോഴേക്കും ഫോൺ കട്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്താടാ നീ എന്താ ഇവിടെ നിന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പം നിൽക്ക്, എന്താ കാര്യം പറ. ഏട്ടനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ, ഇനി എനിക്ക് പറയാനൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അനി അകത്തേക്ക് കയറി പോവാണ്. അല്ല എന്താ ഉണ്ട്, എന്താ പ്രശ്നം, നീ എന്നോട് തുറന്ന് പറ. ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറൊന്നും പറയാനില്ല, എനിക്ക് അനാമിക്ക് വിവാഹം കഴിക്കാൻ ഇപ്പോൾ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്ന് നയൻ എന്നോട് പറഞ്ഞു, ആരാ അത് എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഒരിക്കലും ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, അതുകൊണ്ട് അതങ്ങ് മറന്നേക്കാം, എൻ്റെ ഉള്ളിൽ തന്നെ ഞാനെല്ലാം കുഴിച്ചു മൂടിക്കോളാം എന്നും പറഞ്ഞിട്ട് അനി സങ്കടപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അനി 2-3 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നുമില്ല, നല്ല ഡിപ്രഷൻ നടക്കുന്നത് ആദർശ് കാണുകയാണ്. ഇത് കാണുമ്പം ആദർശിന് വല്ലാതെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ ആദർശ് അവൻ ഉറങ്ങിയതിന് ശേഷം അവൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഫോൺ എടുത്ത് ലോക്ക് അഴിക്കുമ്പം കാണുന്ന ഫോട്ടോ നന്ദുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ ഈ ഫോട്ടോ കാണുമ്പോഴേക്കും ആദർശ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈശ്വര, ഇനി ഇവന് പ്രേമിക്കുന്ന പെണ്ണ് ആ നന്ദു ആണോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അവൻ അവൻ്റെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ മുഴുവനും ആ നന്ദുവിൻ്റെ ഫോട്ടോ ആയിരിക്കും. അങ്ങനെ അവനോടൊരു കവിത എഴുതി വെച്ചിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അങ്ങനെ ആ കവിത എടുത്ത് നോക്കുന്ന ആദർശ് ഞെട്ടിപ്പോവാണ്. കാരണം നന്ദുവിനുള്ള ഒരു പ്രണയലേഖനം പോലെയാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. ഒരു പെണ്ണിനെ വർണ്ണിക്കുന്നതിനെക്കാട്ടിലും ആണ്ട് തൻ്റെ ഉള്ള ഒരു പെൺകുട്ടി എന്ന രീതിയിലാണ് അനി നന്ദുവിനെ കുറിച്ച് വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴേക്കും ആദർശ് ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ്റെ മനസ്സിലുള്ളത് നന്ദുവാണെന്നറിഞ്ഞാൽ ഈ വീട്ടിൽ അടുത്തൊരു പൊട്ടിത്തെറി ഉണ്ടാവും. നയനിക്ക് പോലും എന്തായാലും അറിയില്ല നന്ദുവാണ് എൻ്റെ മനസ്സിലെന്നുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഇതാരും അറിയണ്ട, ആരെങ്കിലും അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും. അത് ഞാൻ മൂലമാവണ്ട, എന്തായാലും ഈ വിവരം ആരും അറിഞ്ഞായിട്ട് അറിയാൻ വേണ്ട. നന്ദു ഈ ഇടയ്ക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നിയതാ. നന്ദുവിൻ്റെ മുഖവും കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേടും എനിക്ക് ഫീൽ ചെയ്തതാ. രണ്ടുപേരും മനസ്സിനുള്ളിൽ പ്രണയമുണ്ട്, പക്ഷേ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞിട്ടുമില്ല. അതാണ് കാര്യം. രണ്ട് വീട്ടിലെയും അവസ്ഥകൾ ആലോചിച്ച് രണ്ടുപേരും മനസ്സിലൊതുക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവന് അനാമിക ഇഷ്ടമില്ലാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ ആദർശ് സ്വയമേ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇത് ആരെങ്കിലും അറിഞ്ഞാൽ ആകെപ്പാടെ വിഷയമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടത്തണം. കല്യാണം നടന്നില്ലെങ്കിൽ മുത്തശ്ശൻ കൊടുത്ത വാക്ക് അത് ഇല്ലാതായിപ്പോവും. അതോടുകൂടി മുത്തശ്ശൻ മാനസികമായി തളരും. മുത്തശ്ശൻ്റെ ജീവനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത്, മറ്റെല്ലാം അതിനുശേഷം മാത്രമാണ് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആദർശ് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് റൂമിലേക്ക് വന്നിട്ട് നയനോട് ചോദിക്കുകയാണ്, നയന, അനി ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയാവോ? അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ടാ, എനിക്കറിയില്ല, ഞാൻ കുറേ തവണ അവനോട് ചോദിച്ചതാ ആരാ നീ പ്രേമിക്കുന്ന പെൺകുട്ടിയെന്ന്. പക്ഷെ അവനൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഏടത്തോട് പറഞ്ഞാൽ ഏടത്തി നടത്തി തരുമോയെന്ന് ചോദിച്ചേ. ഇല്ലയെന്ന് പറഞ്ഞപ്പം അവൻ പറയാൻ ഞാൻ പറയില്ലെന്ന്. പിന്നെ ഞാൻ എന്ത് ചോദിക്കാനാ? എന്താ ആദർശേട്ടാ ഇപ്പോൾ ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി എന്നെക്കുറിച്ച് അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ ചെവി കൊടുക്കാൻ നിൽക്കേണ്ട. ഇനി കല്യാണത്തിന് കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യും വേണ്ട. എത്രയും പെട്ടെന്ന് അവൻ്റെ അനാമികയുടെയും കല്യാണം നടക്കണം. മുത്തശ്ശൻ്റെ സന്തോഷം നമുക്ക് വലുത്. ഇനിയൊരു പൊട്ടിത്തെറി കൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ മുത്തശ്ശനില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആദർശേട്ടാ, ഞാൻ ഒരിക്കലും അവനെ കമ്പൽ ചെയ്യുമോ ആ കാര്യം കേൾക്കാൻ പോകുമോ? ഒരിക്കലും ഇല്ല. ഞാനത് അവനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. ആദർശപ്പം മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും അനി ഇവളോട് നന്ദുവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അത് ഭാഗ്യം. അല്ലാതെ അവൻ ഇഷ്ടമാണെന്നങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിനായിരിക്കും ഇവള് പുറപ്പെടുക. യഥാർത്ഥ സ്നേഹം ജയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശ്വര, അവൻ പറയാത്തത് തന്നെ വലിയ കാര്യം. ഇനി മനസ്സിലോർത്തിട്ട് നയനോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും ഈ വിവരത്തെക്കുറിച്ച് അവനോട് നീ ഒരക്ഷരം പോലും മിണ്ടാൻ നിൽക്കണ്ട. നീ എപ്പോഴും അവൻ സംസാരിക്കാൻ നിന്നാലും ഒഴിഞ്ഞു മാറുക. എന്നിട്ട് മുത്തശ്ശന്റെ അസുഖത്തെക്കുറിച്ച് ഒന്നുകൂടി അവനെ ഓർമ്മിപ്പിക്കുക. ആരാണ് ആ പെണ്ണ് നിനക്ക് അറിയേണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അവൻ അനി ഇപ്പൊ ശരിക്കും ആഹാരം പോലും കഴിക്കാറില്ല, എപ്പോൾ നോക്കിയാലും ആ മുറിക്കകത്ത് ഒരേ ഇരിപ്പാണ് എന്ന് നയന പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ആദ്യമൊക്കെ അവന് സങ്കടം കാണും, പിന്നെ അതങ്ങൊക്കെ മാറിക്കോളും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, നല്ല പ്രണയാനുഭവം ഉള്ള ആളെ പോലെയാണല്ലോ പറയുന്നത് കേട്ടാല്, എന്താ മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ആരെയും പ്രണയിച്ചിട്ടൊന്നും ഇല്ല, ആദ്യമായിട്ട് പ്രണയിച്ചിട്ടുണ്ടല്ലോ ഒരു ഭീകര ജീവിനെയാ, നിന്റെ ചേച്ചീനെ. അതോടുകൂടി മതിയായി എനിക്ക്. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. അതിനുശേഷം ഞാൻ ആത്മാർത്ഥമായി പ്രണയിക്കായിരുന്നു. പക്ഷെ എന്നെ ചതിച്ചു നിറഞ്ഞ നിമിഷം സങ്കല്പം തന്നെ ഞാൻ അങ്ങ് വേർത്തുപോയി. അത്രമാത്രം എന്റെ മാനസികമായി എന്നെ വേദനിപ്പിക്കുകയും എന്നെ നാണം കെടുത്തുകയും ചെയ്തവളാ നിന്റെ ചേച്ചി. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോഴത്തേനല്ലേ അടുത്ത ആള്
നീ രണ്ടും കണക്ക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ ആദർശിട്ടാ അതൊക്കെ പറയുന്നത്? ഞാൻ വന്ന കാര്യത്തെക്കുറിച്ച് എത്ര തവണ ഞാൻ ആദർശോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തിനാ ആദർശം അതിനെക്കുറിച്ച് എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു എന്ന് ചോദിക്കാണ്. നീയല്ലേ ഇപ്പൊ തുടക്കം ഇട്ടത് ആദ്യമായിട്ട് അത് സ്നേഹിച്ചിട്ടുണ്ടോന്ന്? ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ ചോദിച്ചതിന്റെ അതിന്റെ ഇതൊന്നും അല്ലല്ലോ അതിന്റെ ഉത്തരം എന്ന് ചോദിക്കാണ്. അല്ല, പറഞ്ഞെന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് ആദർശം മനസ്സിലാലോചിക്കുന്നുണ്ട്, ഈശ്വര ഇനി എങ്ങാനും ഇവിടെ അനിയത്തി കൂടി വന്നാൽ ഇവിടെ ആകെപ്പാടെ ഇതൊക്കെ പോകുകയാവും. അവൻ എങ്ങാനും അവളെ വിളിച്ചോണ്ട് വരാനോ അവൾക്ക് ഇങ്ങോട്ട് വരാനോ അങ്ങനെ തോന്നിയ തീർന്നു. 3 പേരും കൂടി അനന്തപുരി ഇളക്കി മറിക്കും എന്ന് ആദർശം മനസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന് ചോദിക്കാണ്, എന്താ ആദർശിട്ടാ, എന്താ ഒരു പരുങ്ങൽ പോലെ, എന്തോ ഒരു കാര്യമുണ്ടല്ലോ, എന്തോ മറച്ചു വെക്കുന്നത് പോലെ, എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് നിന്നോട് പറയാൻ എനിക്ക് നിന്നൊന്നും പറയാനില്ല, ഒരു കാര്യമില്ല. ദയവ് ചെയ്ത് നീ എനിക്ക് കിടന്ന് ഉറങ്ങാമോ? അത്ര സഹായം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ല ആദർശൻ ഇപ്പൊ എവിടെ പോയിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും, ഓഹോ നീ അപ്പൊ ഇവിടെ ക്രോസ് വിസ്താരം തുടങ്ങിക്കഴിഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എന്നെ പറയുന്നുണ്ട്. ആ വിഷയം മാറ്റണ്ട, ഇപ്പൊ എവിടെ പോകാന്ന് പറ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓഫീസിലേക്ക് അർജന്റായിട്ടൊരു കോൾ വിളിക്കാൻ പോയതാ, പിന്നെ അതൊന്നും ചോദിച്ചാൽ നീ വരണ്ട, എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. നീ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയുമ്പോൾ നയന പറയാണ്, അതെ എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കും അറിയാം, പോയി എപ്പോ ഉറങ്ങണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനായിന്നും പറഞ്ഞിട്ട് ആദർശിന് തിരിച്ചൊരു മറുപടി കൂടി കൊടുത്തിട്ട് നയന പോകുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം മനസ്സിൽ കയറുകയാണ്, ഈശ്വര ഒരു അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പക്ഷെ ഇവളെ സൽസ്വഭാവിയ നന്ദും അതുപോലെ തന്നെയാ, ഇവളെ പോലെ തന്നെ ഒരു സൽസ്വഭാവി തന്നെയാ. അവളുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം. പക്ഷെങ്കിൽ ഇനിയും ഒരാളെ കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി ഈ അനന്തപുരിക്കില്ല. ഉണ്ടായ പിന്നെ എല്ലാവരും തമ്മിൽ പൊരിഞ്ഞ അടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കാണാനുള്ള ശക്തി ഇല്ല. അത് മാത്രമല്ല മുത്തശ്ശന്റെ മനസ്സ്, മുത്തശ്ശൻ പോയിട്ട് വാക്ക് കൊടുത്താണ് അനാമികയുടെ വീട്ടുകാർക്ക്. അതെങ്ങാണം മുറങ്ങിപ്പോയെന്നറിഞ്ഞ ആകെപ്പാടെ മുത്തശ്ശൻ വല്ലാണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാനും നന്ദുവാണെന്ന് അറിഞ്ഞെന്ന് അനി അറിയണ്ട എന്നൊക്കെ ആദർശം മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ നയന അവിടെ പോയി കിടക്കാൻ കേട്ടോ. ആദർശാണല്ലേ ഓർക്കാൻ വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. എന്താ ആദർശേട്ടാ, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ പോയി ഫോൺ വിളിച്ചത് ആരാ? ഫോൺ വിളിച്ചേ? അപ്പൊ തൊട്ടാണല്ലോ ആദർശിന്റെ ടെൻഷൻ തുടങ്ങിയത്. എനിക്കൊരു ടെൻഷനില്ല, നീ ഒന്ന് ഉറങ്ങാമോ? ദയവ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാതെന്ന് പറയണം. ആ ആയിക്കോട്ടെ, ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വന്നിട്ട് നയന എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കാതിരുന്നാ മതി. ആദർശ് പറയണം, ഹലോ ഞാൻ എപ്പോഴാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടില്ലേ? ആ ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. കമ്പനിയിൽ ഡിസൈൻ വരയ്ക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ നിന്നോട് ഹെൽപ്പ് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. എനിക്ക് ആരും ഹെൽപ്പിന്റെ ആവശ്യമില്ല എന്ന് ആദർശ് പറയാണ്. നിങ്ങൾ നിങ്ങളുടെ അനിയന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താണെന്നറിയില്ല, നന്ദ കുറച്ചു ദിവസമായിട്ട് ആകെപ്പാടെ ഡെസ്പ മുറിക്കകത്ത് കയറി കഥവടിച്ച് ഒരേ ഇരിപ്പാന്ന് അമ്മ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഏതു നേരം കരച്ചിലും ഭക്ഷണം കഴിക്കുന്നില്ല. അവൾ ഇങ്ങനെ ഞങ്ങളെ ഇന്നേ വരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ അവൾ പകലൊന്നും വീട്ടിൽ പോലും കയറാറില്ല. ഏതെങ്കിലും ഗ്രൗണ്ടിലൊക്കെ കളിയായിരിക്കും. കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, രാത്രി വരെ കറക്കവും സിനിമ കാണിച്ചും എല്ലാം കഴിഞ്ഞിട്ടുള്ള രാത്രി വീട്ടിലേക്ക് വരുള്ളൂ. ആരും മോളെ ചോദ്യം ചെയ്യാനും വരില്ല. അതുപോലെ തന്നെ ഇന്നേ വരെ അവൾ മോശമായിട്ട് ഒന്നും കേൾപ്പിച്ചിട്ടുമില്ല. ആരെങ്കിലും തൊടാൻ വന്ന അത് ആദർശിടം കണ്ടതല്ലേ അവിടെ ഫൈറ്റ്. അവൾ ഇടിച്ച് നിരപ്പാക്കി കളയും. 5-6 പേരെ ഒറ്റയടിക്ക് അടിച്ച് നിരപ്പാക്കുന്നവളാ. പക്ഷെ അവളുടെ ധൈര്യമൊക്കെ ഇപ്പൊ ചോർന്നു പോയവലായിപ്പോയി. ഇപ്പൊ എന്താർക്ക് സംഭവിച്ചെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ആദർശിട്ടാ എന്ന് പറയാണ്. അപ്പൊ ആദർശനും മനസ്സിൽ നിന്ന് പറയാണ്, അവളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. അനി അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ അനി കാണിക്കുന്നതും അവിടെ നന്ദു കാണിക്കുന്നതും എല്ലാം ഒരേപോലെ തന്നെയാണ്. രണ്ടുപേരുടെ മനസ്സിലുള്ള ആ പ്രണയം തന്നെയാണ് പ്രശ്നം എന്നിങ്ങനെ ആദർശം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ സെക്കൻഡ് പാർട്സ് നമ്മൾ അടുത്തോടെ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.